സേവ് ദ ഫ്യൂച്ചറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരിലാണ്. കേരളം ആര് നയിക്കണം, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം, കേരളത്തിലെ ജനങ്ങട്ടെ ചോദിക്കാം. തിരുവനന്തപുരത്തിലെ ജനങ്ങട്ട് നമുക്ക് ചോദിക്കാം, മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമോ? കോൺഗ്രസിനെ നിലയ്ക്ക് കൊണ്ടുവന്നത് ആരാണ്? വി.ഡി. സതീശല്ലേ മുഖ്യമന്ത്രിയായിട്ട് വരണം. സതീശനാണ് അതിന് യോഗ്യൻ. അർഹതപ്പെട്ടത് ആരാണ്? വി.ഡി. സതീശൻ. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം? അത് വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം? കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം വരേണ്ടത് ആരാണ്? വി.ഡി. സതീശനായിരിക്കും. പുള്ളിയാണ്. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം? വി.ഡി. സതീശൻ വരണം. മുഖ്യമന്ത്രിയായിട്ട് വരണമോ? വി.ഡി. സതീശൻ വരുന്നതായിരിക്കും നല്ലത്. മക്കളെ, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം? യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിട്ട് വി.ഡി. സതീശൻ. ഇവിടെ വി.ഡി. സതീശൻ. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം? വി.ഡി. സതീശൻ. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണം? കേരളത്തിലെ വി.ഡി. സതീശൻ വരണമെന്നാണ്. മുഖ്യമന്ത്രിയായിട്ട് ഇപ്പൊ ആര് വരണം? വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ സാറ്. ഇവിടെ വി.ഡി. സതീശൻ. കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശ സാറിന്റെ പേരാണ്. എനിക്ക് ഒരു കാര്യം മാത്രമേ സേവ് ദ ഫ്യൂച്ചറിന് ലോകത്തിലൂടെയും കേരളത്തിലൂടെയും പറയാനുള്ളത്: ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെ ആത്മവിശ്വാസത്തിനെ ചോർത്തിക്കളയലും. ഈ പ്രസ്ഥാനം നിലനിന്ന് നിൽക്കേണ്ടത് ഓരോ ഭാരതത്തിലെയും പൗരന്മാരെ ആവശ്യമാണ്. സേവ് ദ ഫ്യൂച്ചറിന് ഇത്ര മാത്രമേ പറയാവുള്ളൂ.